ഇരിട്ടി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മികവുറ്റ നിലയിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള സംഘാടക സമിതി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2016 കേരളത്തിന്റെ ഹരിത കേരള മിഷൻ ആരംഭിച്ച് 10 വർഷക്കാലം കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നേരത്തെ അറിയാം, 10 വർഷം കൊണ്ട് തന്നെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ കേരളം വേറിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ നമുക്ക് ഉൾപ്പെടെ അറിയാം. ഇരിട്ടി നഗരസഭയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത, ജില്ലയിൽ തന്നെ അതിവേഗം നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നഗരസഭയാണ് ഇരിട്ടി നഗരസഭ. അതുകൊണ്ട് തന്നെ മാലിന്യ പ്രശ്നം വലിയ ഒരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. സ്ഥലപരിമിതി ഇപ്പം പുതിയ കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാലിന്യ പ്രശ്നം ഏറ്റവും നല്ല നിലയിൽ സംസ്കരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ. വൈസ് ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷയായി. ക്ലീൻ സിറ്റി മാനേജർ രാജീവൻ കെ വി പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആർ കെ ഷൈജു, അബ്ദുൾ റഷീദ് വി പി, ധനിഷ, കെ രാജൻ, കൗൺസിലർ നസീർ പി എ, നഗരസഭാ സെക്രട്ടറി കെ അൻഷിദ്, താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ കെ രാജേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ആർ അശോകൻ, എൻ രാജൻ, എം പി അബ്ദുറഹ്മാൻ, എൻ വി രവീന്ദ്രൻ, ഷക്കീബ് കേളോത്ത്, രവീന്ദ്രൻ മുണ്ടയാടൻ, CDS ചെയർപേഴ്സൺ സ്മിത, ഇരിട്ടി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുജേഷ് ബാബു, ജോസഫ് വർഗീസ്, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 1 നഗരസഭയിലെ മുഴുവൻ വീടും പരിസരങ്ങളിലും, 2 പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളും, 6 വാർഡ് കേന്ദ്രങ്ങളിലെ ശുചീകരണവും, മെയ് 8 നടക്കുന്ന മെഗാ ശുചീകരണത്തിന്റെ ഭാഗമായി കളർ റോഡ് മുതൽ ഇരിട്ടി പാലം വരെയും പേരാവൂർ റോഡിൽ ഉവ്വാപ്പള്ളിയുടെ ഭാഗവും ശുചീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. പയ്യഞ്ചേരി മുക്ക് മുതൽ ഇരിട്ടി പാലം വരെ 10 കേന്ദ്രങ്ങളായി തിരിച്ച് ശുചീകരിക്കും. പൊതുജനങ്ങളും വിവിധ സന്നദ്ധ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ക്ലബ്ബുകൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പങ്കാളികളാകും.